എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. CPIM വിമത കലാരാജു UDFനെ പിന്തുണച്ചു. കലാരാജുവിന്റെ വോട്ട് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ റിട്ടേണിംഗ് ഓഫീസറെ തടഞ്ഞുവെച്ചു. എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ വിധു എ മേനോൻ ഇത് തള്ളി. ഇപ്പോൾ LDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട്. കൂത്താട്ടുകുളത്തുനിന്ന് ലാൽകൃഷ്ണൻ, LDFന് അങ്ങനെ ഭരണ നഷ്ടം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ലാൽ, അത്യന്തം നാടകീയമായി തന്നെ തുടങ്ങിയ സംഭവവികാസങ്ങൾ തീർത്തും നാടകീയമായി തന്നെ അവസാനിക്കുന്ന കാഴ്ചയാണ് കൂത്താട്ടുകുളത്ത് കാണാനുള്ളത്. ഏകദേശം ജനുവരി 18-ാം തീയതിയാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് കൂത്താട്ടുകുളത്ത് ആദ്യഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നത്. അതും ഒരു അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും UDFിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവിശ്വാസ പ്രമേയം വീണ്ടും കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് എത്തുമ്പോൾ കലാരാജു തന്നെയായിരുന്നു അതിൻ്റെ നിർണായകമായി ഉണ്ടായിരുന്നത്. ആദ്യം ചെയർപേഴ്സൻ്റെ അവിശ്വാസ പ്രമേയം വന്ന സമയത്ത് കൃത്യമായി വോട്ട് പോൾ ചെയ്തു. അതായത് LDF വിട്ടു നിന്ന സമയത്ത് UDFിൻ്റെ അംഗങ്ങളോടൊപ്പം ഒരു സ്വതന്ത്രനും കലാരാജുവും ചേർന്ന 13 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ LDFന് ഭരണം നഷ്ടമാവുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർപേഴ്സൻ്റെ പേരിലുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വന്നത്. ഈ സമയത്താണ് കലാരാജു ചെയ്ത വോട്ട് അസാധുവാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കോളത്തിന് സമാനമായി എടുത്ത ടിക്ക് ഇടുന്നതിന് പകരം ഇൻഡു മാർക്ക് ഇട്ടു എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഉയർത്തിക്കാണിച്ചത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ റിട്ടേണിംഗ് ഓഫീസർ നിയമപരമായ നടപടികൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വ്യക്തമായത് ഉദ്ദേശശുദ്ധി എങ്ങനെയാണ് എന്നതാണ് എൻ്റെ പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കലാരാജു ഉദ്ദേശിച്ചത് ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്, പ്രമേയത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് കണക്കൂട്ടി 13 വോട്ടുകളുടെ പ്രാധാന്യം UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് കിട്ടുകയും ആ വോട്ടുകൾ സാധുവാണ് എന്നും അതോടൊപ്പം പ്രമേയം പാസ്സായി എന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ UDF അംഗങ്ങൾ ആഹ്ലാദ പ്രകടനമായി പുറത്തേക്ക് വന്നു. പക്ഷേ UDF അംഗങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് LDF അംഗങ്ങൾ അവിടെ കുത്തിയിരിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പോലീസ് ഇടപെട്ടുകൊണ്ടാണ് അവരെ പുറത്തേക്ക് ഇറക്കി വിട്ടത്. നഗരത്തിലിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിനാണ് LDF തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് CPIMൻ്റെയും LDFിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം നഗരത്തിൽ നടക്കുന്നുണ്ട്. ഇതിനുശേഷം ഒരു വിശദീകരണ യോഗം നടക്കും. LDFിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു കൗൺസിലറെ പണം കൊടുത്ത ജനാധിപത്യത്തെ അട്ടിമറിച്ചു UDF എന്നുള്ളതാണ് LDF പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണം. എന്ത് തന്നെയാണെങ്കിലും 2-3 മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തീർത്തും നാടകീയമായ ഇത്തരം സംഭവങ്ങൾ കൂത്താട്ടുകുളത്ത് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി പത്രം ഇന്നോളം ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്ന മുറിക്ക് പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി നടക്കുമെന്നുള്ളതും കണ്ടറിയണം. ലാൽകൃഷ്ണനാണ് കൂത്താട്ടുകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.